വെൽക്കം ടു ചാലഞ്ചർ ആപ്പ്. എൻ്റെ പേര് അൽഫിയ. അപ്പോൾ നമ്മൾ ടെൻസസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ടെൻസസ് എന്താണെന്നും പ്രസന്റ് ടെൻസിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് പാസ്റ്റ് ടെൻസ്? പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് നമ്മൾ പറയാം. കഴിഞ്ഞു പോയ കാലത്ത് നടന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി പറയാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. പാസ്റ്റ് ടെൻസ് ഇൻ ഇംഗ്ലീഷ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് ദ പാസ്റ്റ്. ഓക്കെ, ഈ പാസ്റ്റ് ടെൻസും എന്താണ്? ഇതൊരു ടൈം ലൈൻ ആണെങ്കിൽ, ഇതിപ്പോൾ പ്രസന്റ് ആണെങ്കിൽ, ഇങ്ങോട്ട് നടന്ന കാര്യങ്ങളെല്ലാം ആണ് എന്ത് പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പാസ്റ്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രസന്റ് ടെൻസിലുള്ളതുപോലെ തന്നെ പാസ്റ്റിനെയും 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഇങ്ങനെ 4 ആയിട്ട് പാസ്റ്റ് ടെൻസിനെ തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഒന്നാമത്തത് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാല് he worked at McDonald's അല്ലെ, he worked. The simple past is a verb tense that is used to talk about things that happened or existed before now. ഇതിന് മുമ്പ് നടന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഇതിന് മുമ്പ് നടന്ന കാര്യം. ഓക്കെ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, he won the silver medal. he won. അപ്പൊ എങ്ങനെ പാസ്റ്റ് ടെൻസിലോട്ട് എങ്ങനെ ഒരു വെർബിന്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം അല്ലേ? he worked at the McDonald's, he won the silver medal. അവിടെ എന്താണ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക അതൊരു പാസ്റ്റ് ടെൻസിലാണെന്നുള്ള കാര്യം? അതിനകത്ത് വെർബ് എന്ത് ടെൻസിലായിരിക്കും? പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമിൽ ആയിരിക്കും. I cleaned എന്നുള്ളത് I cleaned my room. Tim cooked bacon. അപ്പൊ ഇവിടെ എന്താണ്? ഈ ക്ലീൻ എന്നുള്ളതിന്റെ കൂടെ ഡിഡ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? ഡിഡ് ക്ലീൻ. എന്താണ്? ക്ലീൻ. ഓക്കെ, അവിടെ എങ്ങനെയാണ് ഈ ക്ലീൻഡ് എന്നുള്ളത് ഉണ്ടായതെന്നുള്ള കാര്യമാണ് ഞാൻ ക്ലീൻഡ് എന്നുള്ളതിനെ പിരിക്കുമ്പോൾ, പണ്ട് നമ്മൾ മലയാളം പഠിക്കുമ്പോഴത്തേക്കും അതിനകത്ത് പിരിച്ചെഴുതാനും വാക്കുകൾ പിരിച്ചെഴുതാനും കൂട്ടിച്ചേർക്കാനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ക്ലീൻഡ് എന്നുള്ളതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാക്കാം? ക്ലീൻ പ്ലസ് ഡിഡ് ആക്കാം. ക്ലീൻ പ്ലസ് ഡിഡ് പ്ലസ് ക്ലീൻ ആണെന്ത്? ക്ലീൻഡ്. ഓക്കെ, ഐ ക്ലീൻഡ് മൈ റൂം. Tim cooked bacon. പക്ഷെ എല്ലാ വെർബിലും നമ്മൾ ഡിഡ് ആഡ് ചെയ്യുമ്പോൾ ED വരണമെന്നില്ല, ഡി ഓർ ED വരണമെന്നില്ല. അതിനെ എന്ത് പറയും? ഇറഗുലർ വെർബ്സ് എന്ന് പറയും. ഇറഗുലർ വെർബ്സ് പല രീതിയിലുണ്ട്. അപ്പം അതിന്റെ പാസ്റ്റ് ടെൻസ് എങ്ങനെയായിരിക്കും? ഇപ്പൊ ഫ്ലൈ ഫോർ എക്സാമ്പിൾ, ഫ്ലൈ എന്നുള്ളത് ഫ്ലൂ ആവും, ബൈ എന്നുള്ളത് ബോട്ട് ആവും, തിങ്ക് തോട്ട്, നോ ന്യൂ, ചൂസ് ചോസ്, ഈറ്റ് ഏറ്റ്, ഡ്രൈവ് ഡ്രോവ്, സ്വിം swam, run ran, go went, drink drank. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇറഗുലർ വേർബ്സ് ആണ്. അപ്പൊ ഇറഗുലർ വേർബ്സ് വരുമ്പോഴത്തേക്കും ഈ ED ഓർ ഡി എൻഡ് ചെയ്താല് എന്ത് വരില്ല? പാസ്റ്റ് ടെൻസ് ആവില്ല. സോ നമ്മൾ അത് മനസ്സിലാക്കണം. അത് വൊക്കാബുലറിയിൽ നിങ്ങൾ കൂടുതൽ കൊണ്ടുവരേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഒരു വെർബിനെ പാസ്റ്റ് ആക്കുമ്പോഴത്തേക്ക് ഏത് ഫോമിലായിരിക്കും അതുണ്ടാവുക? അപ്പോൾ ഫ്ലൈ എന്നുള്ള വാക്കിന് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം എന്തായിരിക്കും? ഫ്ലൂ ആയിരിക്കും. ബൈ ആണെങ്കിലോ അത് ബോട്ട് ആയിരിക്കും. ഈറ്റ് ആണെങ്കിൽ ഏറ്റ് ആയിരിക്കും. ഡ്രിങ്ക് ആണെങ്കിൽ ഡ്രാങ്ക് ആയിരിക്കും. അപ്പോൾ എല്ലാ വെർബിലും ED ഓർ ഡി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാസ്റ്റ് ആവില്ല. അത് ഓർമ്മിച്ച് വെച്ചോണം. ഓക്കെ, അത് ഏതൊക്കെ വേർഡ്സ് ആണെന്നും അത് എങ്ങനെയൊക്കെയാണ് ആ ഫോം ഉണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ലോജിക്കലി ഒന്ന് തിങ്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. I met him yesterday. അവിടെ I met, മീറ്റിന്റെ പാസ്റ്റ് ആണ് met. I ate pizza 2 days back. I ate pizza. See, അവിടെ ate എന്നാണ്, eatന്റെ പാസ്റ്റ് ആണ്. I did not eat pizza yesterday. അവിടെ എന്ത് വന്നു? അവിടെ അതൊരു നെഗറ്റീവ്. സി, I ate pizza 2 days back എന്നുള്ളത് അതിന് ഈറ്റിന്റെ പാസ്റ്റ് ഫോം തന്നെ നമ്മൾ ചെയ്തു അല്ലേ? പക്ഷെ അതേസമയം നമ്മൾ ഇവിടെ വന്നപ്പോഴോ I did not eat pizza yesterday. അത് എന്തുകൊണ്ടാണ്? നമ്മൾ ഡിഡ് ഇവിടെ കിടക്കയില്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ഈറ്റിന് പിന്നെ ഏറ്റ് എന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. I did not eat pizza എന്ന് ഒരിക്കലും പറയില്ല. എന്നായിരിക്കും? I did not eat pizza എന്നേ പറയുള്ളൂ. അവിടെ പ്രസന്റ് ടെൻസ് തന്നെ ആയിരിക്കും, V1 ഫോമിൽ തന്നെ ആയിരിക്കും വെർബ് ഉണ്ടാവുക. ഓക്കെ, സോ അതെന്തുകൊണ്ടാണ്? അവിടെ ഡിഡ് ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. മറ്റേ ഡിഡ് ആഡ് ചെയ്യുമ്പോഴാണ്, ഡിഡ് ആഡ് ചെയ്തൊരു വെർബാണ് നമ്മുടെ ഈ മെറ്റ് ആൻഡ് ഏറ്റ് ഒക്കെ ഉള്ളത്. പക്ഷെ അവിടെ ഡിഡ് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ നമ്മൾ ഈറ്റിന് പകരം ഏറ്റ് നമ്മൾ യൂസ് ചെയ്യില്ല. അത് ഓർമ്മിച്ച് വെച്ചുകൊള്ളണം. I did not meet him yesterday. അവിടെ
സി അവിടെ മെറ്റ് ഹിം എന്നുള്ളത് ഇവിടെ എന്താണ് മീറ്റ് ഹിം എന്നല്ലേ. അത് ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് ഇൻ പാസ്റ്റ് ടെൻസ്. എങ്ങനെ മനസ്സിലായി? അവിടെ ഡിഡ് വന്നതുകൊണ്ട് മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഇത് മനസ്സിലാക്കാനായിട്ട് പഠിക്കണം. അവിടെ ഈ രണ്ട് സെന്റൻസ് എന്താണ്? നെഗറ്റീവ് സെന്റൻസ് ആണ് അല്ലേ. നമ്മൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസസ് പഠിച്ചു. ഇത് രണ്ടും നെഗറ്റീവ് സെന്റൻസ് ആണ്, ഇത് രണ്ടും പോസിറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് സെന്റൻസ് വരുമ്പോൾ ഡിഡ് നോട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഡിഡ് അതിന് മുമ്പായിട്ട് ഇട്ടത്. ഡിഡ് ഐ മീറ്റ് ഹിം യെസ്റ്റർഡേ, അവിടെ എന്താണ്? അവിടെ അതൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഡിഡ് വന്നു. സോ മീറ്റ് തന്നെ വന്നു, മെറ്റ് വരില്ല. ഐ ഹാഡ് എ ബുക്ക്, എൻ്റെ കയ്യിൽ ഐ ഹാഡ് എ ബുക്ക്. ഹാവിന്റെ പാസ്റ്റ് ആണ് ഹാഡ്. ഓക്കെ, അപ്പൊ ഹാഡ് എ ബുക്ക്. ഹി വാസ് എ കൈൻഡ് മാൻ. അപ്പൊ അതെല്ലാം എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഈ സെന്റൻസസ് എല്ലാം തന്നെ ഉള്ളത്. ഓക്കെ, അടുത്ത ടെൻസ് ആണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണ്? വാസ് ഓർ വെയർ പ്ലസ് V1 ഫോം പ്ലസ് ING. കണ്ടിന്യൂസ് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? ING ഫോം വന്ന് ING കണ്ടാൽ അപ്പോഴേ മനസ്സിലാക്കിക്കോ ഇത് കണ്ടിന്യൂസ് ആണ്. ഏത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണോ പെർഫെക്റ്റ് ആണോ നോർമൽ കണ്ടിന്യൂസ് ആണോ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, വാസ് ഓർ വെയർ പ്ലസ് V1 പ്ലസ് ING വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ വാസ് ഓർ വെയർ വരുന്നുണ്ടോ എന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ഐ വാസ് ടീച്ചിങ് ഇംഗ്ലീഷ്, ഞാൻ ഇതിന് മുമ്പ് ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്താണ്? പാസ്റ്റ് ആണല്ലോ. അപ്പം ഐ വാസ് ടീച്ചിങ് എന്താണ്? മുമ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. എന്താണ്? ഐ വാസ് ടീച്ചിങ് ഇംഗ്ലീഷ്. ഓക്കെ, അവിടെ വാസ് വന്നു പ്ലസ് ING വന്നാൽ വാസ് ഓർ വെയർ പ്ലസ് V1 ഫോം പ്ലസ് ING, അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഐ വാസ് റീഡിങ് വെൻ യു നോക്ക് ദ ഡോർ, വാസ് റീഡിങ്. ഷീ വാസ് സിംഗിങ് ഓൺ ദ സ്റ്റേജ് 5 minutes ago, 5 മിനിറ്റ് മുമ്പ് അവൾ അവിടെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ അതെല്ലാം ടൈമിനെ ഡിനോട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യത്തിനെ പറയാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എളുപ്പമല്ലേ? വാസ് ഓർ വെയറിന്റെ കൂടെ V1 ഫോം പ്ലസ് ING വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. പ്രസന്റിനകത്ത് എന്തായിരുന്നു? ആമീസ് ആർ പ്ലസ് ING ഫോം വന്നു കഴിഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ്. പക്ഷേ പാസ്റ്റ് വരുമ്പം വാസ് ഓർ വെയർ പ്ലസ് V1 പ്ലസ് ING ഫോം. ഓക്കെ, അടുത്ത ടെൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമുക്ക് ഇങ്ങനെ മനസ്സിലാവും. ഹാഡ് പ്ലസ് V3 ഫോം അത് വരും. പാസ്റ്റിലും കഴിഞ്ഞു മുമ്പ്, പാസ്റ്റിന്റെ പാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യത്തിനും കഴിഞ്ഞു പോയ ഒരു കാര്യത്തിനെ പറ്റി പറയുന്നത്. ഓക്കെ, ദ പേഷ്യന്റ് ഹാഡ് ഡൈഡ് ബിഫോർ ദ ഡോക്ടർ അറൈവ്ഡ്. അപ്പം ഡോക്ടർ വരുന്നതിന് മുമ്പ് തന്നെ പേഷ്യന്റ് മരിച്ചുപോയി. അപ്പൊ ഡോക്ടർ വരിക എന്നുള്ളത് നമ്മൾ പാസ്റ്റിൽ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നടന്നതാണെന്ന് വെച്ചു. ഇതിന് മുമ്പാണ് ആര് മരിച്ചുപോയത്? പേഷ്യന്റ് മരിച്ചുപോയത്. എന്ന് പറഞ്ഞാൽ ഒരു സമയത്തിന് തൊട്ട് മുമ്പ് വെച്ചാൽ പാസ്റ്റിൽ നടന്നു പോയ കാര്യത്തിനും പാസ്റ്റ് ആയിട്ട് നടന്നൊരു കാര്യത്തിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ അല്ലേ? അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ദ പേഷ്യന്റ് ഹാഡ് ഡൈഡ് ബിഫോർ ദ ഡോക്ടർ arrived. We had met before we got married. എന്ന് പറഞ്ഞാൽ മാരിഡ് ആയത് ഈ ഒരു സ്റ്റാറിലാണെങ്കിൽ മീറ്റ് ചെയ്തത് ഈ ഒരു സ്റ്റാറില. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ മാരിഡ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മീറ്റ് ചെയ്തിരുന്നു. We had food. See, അവിടെ രണ്ട് ഹാഡ് അടുത്ത് വരികയാണ്. കൺഫ്യൂഷൻ വരരുത്. ഹാഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അതൊരു വെർബാണ്. ഒരെണ്ണം ഹാഡ് ആണെങ്കിലും ഒരെണ്ണം പാസ്റ്റ് ഫോം ആണെങ്കിലും ഹാവിന്റെ പാസ്റ്റ് ഫോം ആണെങ്കിലും രണ്ടാമത്തെ ഹാഡ് എന്നുള്ളത് ഫുഡിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ കഴിച്ചു, ചെയ്ത് കഴിഞ്ഞു എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, അവിടെ അതൊരു വെർബാണേ. വി ഹാഡ് ഫുഡ്, ഞാൻ ഭക്ഷണം കഴിച്ചു. അപ്പൊ രണ്ട് ഹാഡ് ചേർന്ന് വരാം കേട്ടോ. അപ്പൊ അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിനെന്തുണ്ടാവും? ഒരു ING ഉണ്ടാവും. പാസ്റ്റ് പെർഫെക്റ്റ് ആവണമെങ്കിൽ എന്ത് വരും? ഒരു ബീൻ വരും, ഒരു ING വരും. ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V1 പ്ലസ് ING പ്ലസ് അതിന്റെ കൂടെ ഫോർ ഓർ സിൻസ് എന്തെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അവിടെ അത് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് പാസ്റ്റ് പെർഫെക്റ്റ് പാസ്റ്റിൽ നടന്നുകൊണ്ട് തന്നെ ഇന്നൊരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ അതിന്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, when I cleared net exams I had been living in Trivandrum for 3 years. കണ്ടോ? എന്ന് പറഞ്ഞാല് ഞാൻ നെറ്റ് എക്സാം ക്ലിയർ ചെയ്തപ്പോ ആ സമയത്ത് അത് പാസ്റ്റ് ആണ്. പാസ്റ്റിൽ നടന്നതാണെന്ത്? ഈ നെറ്റ് എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളത് പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ്.
ഐ ഹാഡ് ബീൻ ലിവിങ് ഇൻ ട്രിവാൻഡ്രം ഫോർ 3 years. 3 വർഷം കൊണ്ട് അവിടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 3 വർഷം ഞാൻ പാസ്റ്റിൽ എപ്പോഴോ നെറ്റ് എക്സാം ക്ലിയർ ചെയ്തപ്പം അത്രയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അവിടെ 3 വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നതിന് ആ ഒരു ടെൻസ് ആണ് ദ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. വലിയ ലോജിക്കൊന്നും ഇല്ലാത്ത ഒരു ടെൻസ് ആണ്. ബട്ട് സ്റ്റിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന എന്തുകൊണ്ടാണ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING, അതിൻ്റെ കൂടെ എന്താ ഫോർ ഓർ സിൻസ് എന്തെങ്കിലും വരും. ഫോർ 3 years കണ്ടാവും. When I got married, I have been living in Chennai for 3 years. Okay, അപ്പൊ അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഇത്രയാണ് പാസ്റ്റ് ടെൻസ്. മനസ്സിലായല്ലോ. പാസ്റ്റ് ടെൻസ് വളരെ എളുപ്പമാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ടൈം ലൈൻ നിങ്ങളൊന്ന് നോക്കി അതിനൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു ടെൻസ് ആണ് പാസ്റ്റ് ടെൻസ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ ക്ലാസ്.